ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ കൃഷ്ണന് കൈത്താങ്ങായി കോതമംഗലം പീസ് വാലി. സ്ട്രോക്കിന് പിന്നാലെ ഓർമ്മയും ചലനശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ട പ്രവാസിയായ കൃഷ്ണനെ ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാകാത്തതിനെ തുടർന്ന് പീസ് വാലി ഏറ്റെടുക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശിയായ കൃഷ്ണൻ മസ്കറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സ്ട്രോക്കിനു പിന്നാലെ ഓർമ്മയും ചലനശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ട് കിടപ്പ് രോഗിയായി മാറിയ പ്രവാസിയെ കുടുംബം ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോതമംഗലം പീസ് വാലി ഏറ്റെടുത്തു. 66 വയസ്സുള്ള മലപ്പുറം സ്വദേശിയായ കൃഷ്ണനെയാണ് പീസ് വാലി ഏറ്റെടുത്തത്. മസ്കറ്റിലാണ് കൃഷ്ണൻ പ്രവാസിയായി ജോലി ചെയ്തിരുന്നത്. ഏപ്രിൽ 25-ന് അബോധാവസ്ഥയിൽ റോഡരികിൽ കണ്ടെത്തിയ കൃഷ്ണനെ മസ്കറ്റ് പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ ബോധം വീണ്ടെടുത്തെങ്കിലും ഓർമ്മയും ശരീരചലനവും ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തെ ആരും തിരിച്ചറിയാതിരുന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന തിരിച്ചറിയൽ രേഖകൾ വഴി മസ്കറ്റ് പോലീസ് ഇന്ത്യൻ എംബസിയെ വിവരം അറിയിക്കുകയും എംബസി അധികൃതർ കുടുംബവുമായി ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക പരാധീനതയും മറ്റ് സാഹചര്യങ്ങളും പറഞ്ഞ് കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതിനു പിന്നാലെ പീസ് വാലിയുടെ മസ്കറ്റ് ചാപ്റ്റർ പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുകയും കൃഷ്ണനെ പീസ് വാലിയിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസി എറണാകുളം ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ആവശ്യമുള്ള അനുമതികൾ ലഭിക്കുകയായിരുന്നു. കൃഷ്ണന്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ 2 യാത്രകൾ റദ്ദാക്കേണ്ടി വന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് എംബസി ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ അദ്ദേഹം നാട്ടിലെത്തി. എയർപോർട്ടിൽ ഒരുക്കിയിരുന്ന പീസ് വാലി മെഡിക്കൽ സംഘം പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആംബുലൻസിൽ കൃഷ്ണനെ പീസ് വാലിയിലേക്ക് മാറ്റി. ജില്ലാ കളക്ടറുമായും മലപ്പുറം ജില്ലാ ഭരണകൂടവുമായും ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പീസ് വാലിയുടെ തീരുമാനം. വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം കൃഷ്ണനെ അയക്കാൻ തുടർന്നും ശ്രമം നടത്തുമെന്ന് പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിതാവിനെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത്. പിന്നീട് വീട്ടുകാരുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വീട്ടുകാരുടെ കൂട്ടത്തിൽ അയക്കാൻ സാധിക്കുന്ന രീതിയിൽ അവരെ ഉത്തരവാദിത്തപ്പെടുത്തി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കും. ആരും ആശ്രയമില്ലാതിരുന്ന കൃഷ്ണനെ ഏറ്റെടുക്കാൻ തയ്യാറായ പീസ് വാലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ലെന്ന് എംബസി പ്രതിനിധി കബീർ യൂസഫ് പറഞ്ഞു. 3 തവണ എയർപോർട്ടിൽ വന്ന് അൺഫിറ്റ് കൊടുത്തതിനെ തുടർന്ന് എയർലൈൻ സ്റ്റാഫ് അൺഫിറ്റ് ആക്കിയതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റാതായി. ഏപ്രിൽ 30-നാണ് അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം വരുന്നത്. അങ്ങനെ വഴിയരികിൽ കിടക്കിയ അദ്ദേഹത്തെ പോലീസുകാരാണ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടുന്ന് ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയ അവസാനം പാസ്പോർട്ടിലൂടെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മനസ്സിലാക്കി സ്പോൺസറുമായി ബന്ധപ്പെടുകയും പിന്നീട് തുടർ ചികിത്സയ്ക്കായി നാട്ടിൽ വരാൻ അവർ നിർദ്ദേശിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.